ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷനാണ് വനരക്ഷ. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ആത്മകഥ ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടും. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പേരും കിട്ടും, അവരുടെ ആത്മകഥയും കിട്ടും. ജോർജിയ മെലോണി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. 13ാമത്തെ ആയിട്ടാണ് ഉൾപ്പെട്ടേക്കുന്നത്. ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും കാർബൺ മലിനീകരണം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് 2027 ഏപ്രിൽ 1 നിലവിൽ വരുന്ന മാനദണ്ഡമാണ് കഫേ 3. ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട 2 തണ്ണീർത്തടങ്ങളുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 തണ്ണീർത്തടവും ബീഹാറിലാണ്. ഒന്ന് ഗോകുൽ, 2 ഉദയ്പൂർ. ഇത് ഇപ്പം നിലവിൽ 93 തണ്ണീർത്തടങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ളത്.